അസ്വസ്ഥതയോടെ കണ്ണുകൾ തുറന്ന ആമി യാദവിനെ കണ്ടതും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ ക്ഷീണം കൊണ്ട് വീഴാൻ പോയ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് ചാരിയിരുത്തി. ആമി, മതി കിടന്നത്, എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്ക്, എന്നിട്ടുറങ്ങാം. അവളെ നോക്കി യാദവ് പറഞ്ഞതും നീട്ടിവെച്ച് തൻ്റെ കാലുകളിലേക്ക് നോക്കിക്കൊണ്ട് ആമിക മുഖം ചുളിച്ചു. അപ്പോഴാണ് അവനും അത് ശ്രദ്ധിക്കുന്നത്. അവളുടെ കാല് നീര് വന്ന് നന്നായി വീർത്തിട്ടുണ്ട്. യാദവ് ആമിയുടെ മുഖത്തേക്ക് നോക്കി. നീര് വെച്ച് വീർത്തിരിക്കുന്ന കാലിലേക്ക് നോക്കിയിരിക്കുവാണവൾ. യാദവ് ബെഡിലേക്കിരുന്ന് ആമിയുടെ കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചു. എന്നിട്ട് പതിയെ ആമിയുടെ കാൽ തടവിക്കൊടുത്തു. ആമിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന ലച്ചു കാണുന്നത് ഇതാണ്. സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് നിറഞ്ഞു. പിന്നെ അവരെയും ശല്യം ചെയ്യാതെ കഥകടച്ച് പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും യാദവ് തന്നെ ആമിക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. ആമി കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങിയതിനു ശേഷമാണ് അവൻ കഴിച്ചത് പോലും. തനിക്ക് ഭക്ഷണം തന്ന് കിടത്തിയതിനു ശേഷം ലാപ്പും തുറന്ന് സോഫയിലിരിക്കുന്ന യാദവിൽ തന്നെയായിരുന്നു ആമിയുടെ ശ്രദ്ധ. കുറച്ചു മുൻപ് തനിക്ക് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോഴും അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തനിക്ക് ചുറ്റും ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്ന അവൻ്റെ സാമീപ്യം അവൾ വല്ലാതെ മിസ് ചെയ്യുന്നത് പോലെ. ഇന്ന് ആമിയുടെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനം യാദവിനുണ്ട്. മറ്റൊരാൾക്കും പകർന്നു കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥാനം. ദിവസങ്ങൾ കഴിഞ്ഞു കൂടുന്നതിനനുസരിച്ച് ആമിയുടെ അസ്വസ്ഥതയും വേദനയും കൂടി വന്നു. പരമാവധി അവളോടൊപ്പം നിന്ന് യാദവും അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആമിക്ക് 8-ാം മാസം പകുതിയായതിനാൽ പിന്നെ അവൻ ഓഫീസിൽ പോയിട്ടില്ല. ഇപ്പോഴും ആമിയോടൊപ്പം അവൾക്ക് വേണ്ടത് വാങ്ങിക്കൊടുത്തും പുറത്തു കൊണ്ടുപോയുമെല്ലാം അവൻ അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആമിയും ഇപ്പോൾ യാദവിനെ പഴയ ദേഷ്യമൊന്നും കാണിക്കാറില്ല. അവനോടൊപ്പം പുറത്തു പോകാനും അവന് വാങ്ങിച്ചു കൊടുക്കുന്നത് കഴിക്കാനും അവൾക്ക് ഇഷ്ടമാണ്. ആമിക്ക് ഇപ്പോൾ 9-ാം മാസമാണ്. വയർ നന്നായി വലുതായതുകൊണ്ട് ആമിക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ചെറിയമ്മമാരും മുത്തശ്ശിയും ആമിയെ താഴെ വെക്കാതെയാണ് കൊണ്ടു നടക്കുന്നത്. എങ്കിലും യാദവ് ആർക്കും അതിനുള്ള അവസരം കൊടുക്കാറില്ല. എല്ലാം അവന് തന്നെ ചെയ്യും. കാളിയാർ മഠത്തിലുള്ളവർക്ക് അവൻ്റെ ഈ മാറ്റം അത്ഭുതമായിരുന്നു. എങ്കിലും ആമിക്ക് ഇതൊക്കെ ശീലമായിരുന്നു. സേവ്യനെ ഒന്ന് ഔട്ട് ഹൗസിൽ പോയി കണ്ടതിനു ശേഷം മുറിയിലേക്ക് വന്നതാണ് യാദവ്. എന്നാൽ ആമിയെ അവിടെ എവിടെയും കാണാതായതും അവന് വല്ലാതെ ടെൻഷനാകാൻ തുടങ്ങിയിരുന്നു. മുറിയിൽ ആമിയെ കാണാതായതും യാദവ് ബാത്റൂമിലും ആമിയെ നോക്കി. അവിടെയും കാണാതെ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. ഉടനെ അവിടേക്ക് പോയ യാദവ് കാണുന്നത് അവിടെ ബാൽക്കണിയിൽ വെറും നിലത്തിരിക്കുന്ന ആമിയെയാണ്. സത്യത്തിൽ അവളെ കണ്ടപ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെ വീണത്. ബാൽക്കണിയിൽ ആമിയുടെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. നിലത്ത് മടക്കി വെച്ചിരിക്കുന്ന കാലിനിൽ പോളിഷ് ഇടാൻ ശ്രമിക്കുന്നവളെയാണ്. എന്നാൽ വീർത്തുന്നി നിൽക്കുന്ന വയറുകൊണ്ട് അവൾക്കതിന് കഴിയുന്നില്ല. പിന്നെ നെയിൽ പോളിഷിൽ ബ്രഷിലാക്കി അത് കാലിലിടാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവൾക്കതിന് കഴിയുന്നില്ല. യാദവ് കുറച്ചു നേരം ആമിയെ നോക്കി നിന്നു. അപ്പോഴും ശ്രമിക്കുന്നു എന്നല്ലാതെ അവളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് യാദവ് ആമിയുടെ അടുത്തേക്ക് പോയി. തൻ്റെ മുൻപിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞതും അവൾ തല ഉയർത്തി നോക്കി. എന്നാൽ അപ്പോഴേക്കും അവളുടെ കാൽ തൻ്റെ മടിയിൽ വെച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ബ്രഷ് വാങ്ങി അവൻ അവളുടെ കാലിലേക്ക് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തു തുടങ്ങിയിരുന്നു. ഒരു നിമിഷം ഞെട്ടിയെങ്കിലും അവളുടെ ശ്രദ്ധ അവൻ്റെ പ്രവൃത്തിയിൽ മാത്രമായിരുന്നു. വളരെ ശ്രദ്ധിച്ച ആമിയുടെ കാൽ നെയിൽ പോളിഷ് ഇടുന്ന അവനെ തന്നെ നോക്കി നിന്നു അവൾ. നിങ്ങൾ എൻ്റെ കാല് പിടിച്ചാലും ഒരിക്കലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല എന്ന് കരുതിയിരുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് ആമി അത് പറഞ്ഞത്. അപ്പം നീ ഇപ്പോൾ എന്നോട് ക്ഷമിച്ചു എന്നാണോ? അവളുടെ വലത്തെ കാലിൽ നിന്നും നെയിൽ പോളിഷ് ഇടത്തെ കാലിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പതിവ് ഗൗരവത്തിന് മുഖം ഉയർത്താതെ യാദവ് അവളോട് ചോദിച്ചു. എന്നാൽ അവൻ്റെ ചോദ്യത്തിൽ ആമി ഒന്ന് പതറിപ്പോയിരുന്നു. ശരിക്കും താൻ അവനോട് ക്ഷമിച്ചോ? ഇത്രയേറെ തന്നെ വേദനിപ്പിച്ച തൻ്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാരണമായ ഇയാളോട് താൻ ക്ഷമിച്ചോ? ആമി സ്വയം ചോദിച്ചു. പക്ഷെ അവൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ തന്നെ വേദനിപ്പിക്കുന്ന പഴയ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്ര ദിവസം താൻ ഓർക്കാത്ത, അല്ലെങ്കിൽ തൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കാത്ത ആ വേദനകൾ വീണ്ടും അവളെ തളർത്തുന്നത് പോലെ. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണിൽ ചുവപ്പ് പടർന്നു. നിമിഷ നേരം കൊണ്ട് യാദവിൻ്റെ മടിയിൽ നിന്ന് ആമി തൻ്റെ കാല് വലിച്ചെടുത്തിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനൊന്ന് മുഖം ചുളിച്ചു നോക്കിയതും ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ആമിയെയാണ് അവൻ കണ്ടത്. എന്താ ആമി, എന്തു പറ്റി? അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തെ ഭാവങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അവൻ. നിങ്ങളോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു.
നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ പ്രായശ്ചിത്തം ചെയ്താലും നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല, ഒരിക്കലും. അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ഒന്നുകൂടെ ചുവന്ന് തുടുത്തിരുന്നു. ആ വാക്കുകൾക്ക് വല്ലാത്ത കാഠിന്യമുണ്ടായിരുന്നു. അത് വന്ന് തറച്ചത് അവൻ്റെ നെഞ്ചിലേക്കും. എന്നാൽ അതിനും അവൻ പുറത്ത് കാണിച്ചില്ല. എന്ന് മാത്രമല്ല, അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാവമാറ്റവുമില്ലാതെ യാദവ് അവളെ നോക്കിക്കൊണ്ട് തന്നെ സംസാരിച്ചു തുടങ്ങി. ഞാനിപ്പോഴും പറയുന്നു ആമി, നീ എന്നോട് ക്ഷമിക്കണമെന്നോ എന്നെ നീ അംഗീകരിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചതിനു ശേഷം എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ നീ എന്നിൽ നിന്ന് അകറ്റരുത് എന്ന് മാത്രം. അവരിൽ ഒരച്ഛൻ എന്നുള്ള അവകാശവും എനിക്ക് ലഭിക്കുകയും വേണം. അവളുടെ മുഖത്ത് നോക്കി ഗൗരവത്തിൽ യാദവ് അത് പറഞ്ഞതും അതുവരെ ദേഷ്യത്തിൽ ചുവന്നു നിന്ന് അവളുടെ മുഖം മാറി. കണ്ണുകൾ പതിയെ നിറഞ്ഞു വരാൻ തുടങ്ങി. ഉള്ളിൽ വല്ലാത്ത ഭാരം വന്നു പൊതിയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എന്തിന്? അവൾ പോലും അറിയാതെ ഒരു തുള്ളി കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു താഴേക്ക് വീണു. എന്നാൽ ഇതേ സമയം പ്രതീക്ഷിക്കാതെ അവളുടെ ഈ ഭാവത്തിൽ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു യാദവ്. അവളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണമായിരുന്നില്ല അവൻ പ്രതീക്ഷിച്ചത്. പെട്ടെന്നുള്ള അവളുടെ ആ ഭാവത്തിൽ അവൾക്ക് പെട്ടെന്ന് വല്ല വയ്യായികയും വന്നോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയിരുന്നു. ആമി, എന്തു പറ്റി? അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് അവളോട് ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ സങ്കടപ്പെടാൻ മാത്രം താൻ എന്താണ് പറഞ്ഞത് എന്നുള്ള ചിന്തയായിരുന്നു അവനിൽ. എന്നാൽ അതേ നിമിഷം തന്നെ അവൻ്റെ കൈ തന്നിൽ നിന്ന് ദേഷ്യത്തിൽ തട്ടി മാറ്റിയിരുന്നു അവൾ. ആമി! അവളുടെ പ്രവൃത്തിയിൽ പകച്ചു നിൽക്കുന്നവൻ അവളെ നോക്കി ഒച്ച വെച്ചതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടയ്ക്കാൻ പോലും മെനക്കെടാതെ പതിയെ എഴുന്നേൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ. പെട്ടെന്നൊന്ന് പതറിയെങ്കിലും ആമിയിലേക്ക് തന്നെയായിരുന്നു അവൻ്റെ ശ്രദ്ധ. യാദവിൽ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു ആമി. എന്നാൽ നീരുവെച്ച കാല് വേർതിരിക്കുന്ന വയറും ഒപ്പം മനസ്സിൻ്റെ തളർച്ചയും അവളെ അതിന് അനുവദിച്ചില്ല. കാലിടറി താഴേക്ക് വീഴാൻ പോയവളെ പെട്ടെന്ന് പിടിച്ച് തന്നോട് ചേർക്കുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ. പതിയെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. വളരെ ശ്രദ്ധിച്ച ആമിയെ അവൻ നിലത്ത് നിന്നും എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നാൽ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആമി. താൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുമൊന്ന് മനസ്സിൽ വയ്ക്കാതെ തന്നെ എപ്പോഴും സംരക്ഷിക്കുന്നവൻ. അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. എന്നാൽ നിമിഷങ്ങൾക്ക് മുൻപ് അവൻ പറഞ്ഞ കാര്യം മനസ്സിലേക്ക് വന്നതും അവളുടെ ഉള്ളിൽ കെട്ടടങ്ങിയ ദേഷ്യം വീണ്ടും പുറത്തേക്ക് വന്നു. നിമിഷ നേരം കൊണ്ട് അവനിൽ നിന്നും പിഴഞ്ഞു മാറി പുറകോട്ട് നിൽക്കുന്ന ആമിയിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. എന്താ ആമി, എന്തു പറ്റി? തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ വീണ്ടും ചോദിച്ചതും ആമിയുടെ കണ്ണ് നിറഞ്ഞു. അത് കാണി അവനും വല്ലാതെയായി. ഇങ്ങനെ വെറുതെ കരയാതെ എന്താണെന്ന് പറ. ടെൻഷനോട് ചോദിക്കുന്നതിൻ്റെ കൂടെ തനിക്ക് അഭിമുഖമായി തിരിഞ്ഞു നിൽക്കുന്നവൾ പിടിച്ചവൻ തനിക്ക് നേരെ നിർത്തിയിരുന്നു. അവളുടെ കണ്ണുനീരിൽ അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതും ഇതുവരെ ശബ്ദത്തിലുണ്ടായ ഗൗരവം മാറ്റി നിർത്തി ശാന്തമായി അവൻ അവളോട് വീണ്ടും ചോദിച്ചു. എന്താ അമ്മി? ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ശത്രുവിൻ്റെ മകളാണോ? അതോ ജനിക്കാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയോ? അതുമല്ലെങ്കിൽ എല്ലാവരുടെയും മുൻപിൽ ഭാര്യയായി കുറച്ചു നാളത്തേക്ക് അഭിനയിക്കാനാണോ ഞാൻ? ഇറങ്ങിയൊഴുകുന്ന കണ്ണുകൾ തുടക്കാൻ പോലും മെനക്കെടാതെ ഇടറുന്ന ശബ്ദത്തോടെ ആമി ചോദിച്ചതും അവൻ്റെ ഉള്ളിൽ ഒരു കടാര കൊണ്ട് കുത്തിയതുപോലെ തോന്നി. എന്നാൽ അപ്പോഴേക്കും അവളുടെ അടുത്ത ചോദ്യവും വന്നിരുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ ഉദരത്തിൽ ചുമക്കുന്നത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ എന്നെ സംരക്ഷിക്കുന്നത്, എന്നെ നന്നായി പരിചരിക്കുന്നത്? അല്ലാതെ എന്നെ നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലേ, പ്രണയിച്ചിട്ടില്ലേ? യാദവിൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ ആമി അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ആമിയുടെ വാക്കുകൾ തന്നിൽ സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു യാദവ്. അവന് കേട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഇനി താൻ കേട്ടതിൽ പിഴവാണോ? ആമി! തൻ്റെ അവിശ്വസനീയത വാക്കുകളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും യാദവ് അവളെ വിളിച്ചതും തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ വീണ്ടും അവനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം വേണം. നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ലേ? നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ലേ? ഇത്തവണ അത് ചോദിക്കുമ്പോൾ ആമിയുടെ ശബ്ദത്തിൽ ഇടർച്ചയുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പെട്ടത് യാദവാണ്. ആമിക്ക് താൻ എന്തു മറുപടി കൊടുക്കും? ആ ചോദ്യത്തിൽ അവൻ പകച്ചു നിന്നു. ആ സമയം യാദവിൻ്റെ മനസ്സിലൊരു പിടിവലി നടക്കുകയായിരുന്നു. ആമിക്കൊരു വ്യക്തമായ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആ ശ്രമത്തിലായിരുന്നു അവൻ. എന്നാൽ ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ച് നിൽക്കുന്നവനെ കണ്ടതും അവളുടെ ദേഷ്യം വീണ്ടും കൂടി. എന്താ, നിങ്ങൾക്ക് പറയാൻ ഉത്തരമില്ലേ? അതോ നിങ്ങൾക്ക് ഞാൻ ആരുമല്ലേ? എന്നോട് കാണിച്ച സ്നേഹവും കരുതലുമെല്ലാം കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം മാത്രമാണോ?
വീണ്ടും ആമി ചോദിച്ചത് മറുപടി പറയാൻ കഴിയാതെ അവൻ വീണ്ടും മൗനമായി നിന്നു. എന്നാൽ അവൻ്റെ ഈ പ്രവൃത്തി അവളുടെ സകല നിയന്ത്രണവും തെറ്റിക്കുന്നതായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ എന്നെ ഒഴിവാക്കാനാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നിൽ നിന്ന് പിരിക്കുവോ? എന്നിട്ട് ആ അരുണിമയെ വിവാഹം കഴിക്കാനാണോ? അപ്പോൾ അവളാണല്ലേ നിങ്ങളുടെ മനസ്സിൽ? അവളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ സമ്മതിച്ചല്ലേ? ഞാൻ അന്ന് കണ്ടത് അവൾ നിങ്ങളെ നോക്കുന്നത്. ദേഷ്യത്തോടെ യാദവിൻ്റെ കോളറിൽ പിടിച്ച് അവനോട് ഇതെല്ലാം ചോദിക്കുമ്പോൾ ആമി ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അതോടൊപ്പം അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സങ്കടം വന്നു നിറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ ഇതേ സമയം അവളുടെ വാക്കുകളിലും അവളുടെ പ്രവൃത്തിയിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൻ അവളുടെ കൈ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. നീ എന്തൊക്കെയാ ആമി പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിന്നെ അരുണിമ എന്നല്ല, നീയല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിലില്ല. അവളുടെ കൈ പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് യാദവ് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ. തൻ്റെ വാക്കുകൾ കേട്ട ഉടനെ അവളുടെ കണ്ണുകളിലെ വിഷാദം നീങ്ങുന്നതും ആ കണ്ണുകളിൽ പ്രകാശം വിരിയുന്നതും യാദവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാനില്ലേ? അവനെ നോക്കി ചോദിക്കുമ്പോൾ ആമിയുടെ കണ്ണുകളിൽ അവൻ്റെ മറുപടി അറിയാനുള്ള ആകാംക്ഷയായിരുന്നു. അതേസമയം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് യാദവ് ചോദിച്ചു, ഇതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ ആമി. നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണ്? നിന്റെ അച്ഛനും അമ്മയും മരിക്കാൻ കാരണക്കാരനായ പകയുടെ പേരിൽ ഒരു വേട്ടമൃഗത്തെ പോലെ നിന്നെ കടിച്ചു കയറി എന്നോടുള്ള നിന്റെ വികാരം എന്താണ്? നീ പറയുന്നു നിനക്കെന്നോട് വെറുപ്പാണ്, പകയാണ്, നീ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നല്ലേ? അതേസമയം തന്നെ എൻ്റെ മനസ്സിൽ നിനക്കുള്ളത് പ്രണയമാണോ അതോ എൻ്റെ മനസ്സിൽ അരുണിമയാണോ എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്നു. സത്യത്തിൽ നിന്റെ മനസ്സിൽ എന്താ ആമി? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് യാദവ് ചോദിച്ചപ്പോൾ ഇത്തവണ പെട്ടത് ആമിയായിരുന്നു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൻ്റെ ചോദ്യം അവളോട് തന്നെ ചോദിച്ചു. സത്യത്തിൽ തൻ്റെ മനസ്സിൽ ഈ വ്യക്തി ആരാണ്? എന്താണ് ആ വ്യക്തിക്കുള്ള സ്ഥാനം? ഒന്നും പറയാൻ കഴിയാതെ മറ്റെന്തോ ചിന്തിച്ചു നിൽക്കുന്ന ആമിയെ നോക്കിക്കൊണ്ട് യാദവ് പറഞ്ഞു, എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ എന്ന് തരുന്നു അന്ന് ഞാൻ നിനക്കുള്ള ഉത്തരം തരൂ. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കാളിയാർ മഠത്തിൽ യാദവ് അഗ്നയുടെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാകൂ. അത് നീയാണ്. ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ, ആമി യാദവ് അഗ്നൈ. നാളെ നീ എന്നിൽ നിന്ന് അകന്നു പോയാലും ഒരിക്കലും ആ സ്ഥാനത്തേക്ക് മറ്റാരും വരില്ല. ഞാൻ മരിക്കുവോളും അതങ്ങനെ തന്നെ ആയിരിക്കും. തൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ഉറപ്പോടെ പറയുന്ന യാദവിനെ ആമി കുറച്ചു നേരം നോക്കി നിന്നു. അപ്പോഴേക്കും അവളുടെ കൈ പിടിച്ച് അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു യാദവ്. ആമിയെ ബെഡിലെത്തിയതിനു ശേഷം യാദവ് ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പകർത്തിക്കൊണ്ട് ആമിക്കടുത്തേക്ക് പോയി. എന്നിട്ട് അവൾക്ക് നേരെ ആ വെള്ളം നീട്ടി. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആമി അത് വാങ്ങി കുടിച്ചു. ഇനി ഡെലിവറിക്ക് അധികം ദിവസമില്ല. വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് പ്രഷർ കൂട്ടരുത്. അവളെ നോക്കി ഗൗരവത്തിൽ അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾക്കൊരു ശാസനയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ ആമിയൊന്നും മിണ്ടാതെ നിന്നു. പെട്ടെന്ന് കഥകിൽ ഒരു മുട്ട് കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് പോയി. ആമിക്കുള്ള കാപ്പിയുമായി നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും യാദവ് തൻ്റെ ഫോണെടുത്ത് പുറത്തേക്ക് പോയി. അവനെ നോക്കിക്കൊണ്ട് അവൾ അകത്തേക്കും കയറി. യാദവ് പോയതും ലച്ചു ചായ കപ്പിലേക്ക് പകർത്തിക്കൊണ്ട് ആമിക്കടുത്തേക്ക് പോയി. എന്നാൽ അപ്പോഴും യാദവിൻ്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആമി. അവളുടെ മനസ്സിൽ നിന്ന് അവൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ. ആദ്യത്തെ പോലെ വെറുപ്പോ ദേഷ്യമൊന്നും തനിക്കിപ്പോൾ യാദവിനോട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവൻ്റെ സംരക്ഷണത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാനും താൻ ആഗ്രഹിക്കുന്നു. ഈ ആയിരുന്ന നിമിഷം യാദവിൻ്റെ നാവിൽ നിന്ന് എനിക്ക് പോകണമെങ്കിൽ പോകാമെന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാത്തതുപോലെ തന്നോട് പ്രണയമാണോ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതെ നിൽക്കുന്നവനെ കാണി ഒരു നിമിഷത്തേക്കെങ്കിലും തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് യാദവിനെ പ്രണയത്തോടെ നോക്കുന്ന അരുണിമയുടെ മുഖമാണ്. എന്തുകൊണ്ടോ മറ്റൊരു പെണ്ണിനോടൊപ്പം തനിക്ക് ചിന്തിക്കാൻ കഴിയാത്തതുപോലെ. ഏട്ടത്തി, ലച്ചു വിളിച്ചപ്പോഴാണ് ആമി ചിന്തകളിൽ നിന്നുണർന്നത്. ചായ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു ആമിയോടൊപ്പം ഇരുന്നു. എന്നാൽ പതിവ് തെളിച്ചം ഇന്ന് ലച്ചുവിനില്ലാത്തതുപോലെ തോന്നിയ ആമിക്ക് ചായ കൊടുത്ത് ലച്ചു പോയതും ഉടനെ യാദവ് മുറിക്കകത്തേക്ക് വന്നു. അപ്പോഴും എന്തോ ചിന്തിച്ച് ബെഡിൽ ഇരിക്കുവാണ് ആമി. അവനെ നോക്കാതെ ആമി വേഗം ഫ്രഷായി പുറത്തേക്ക് വന്നു. പിന്നെ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അപ്പോഴും അവളെ കാത്തവൻ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആമി, കുറച്ച് നടക്കാം. യാദവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ആമിയുടെ കണ്ണുകൾ പോയത് പുറകിലുള്ള ക്ലോക്കിലാണ്. സമയം 4 മണി, നടക്കാൻ പോകുന്ന സമയം.
റെഡിയായി വന്ന ആമിയെ കണ്ടത് യാദവ് വേഗം ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് നടക്കാൻ തുടങ്ങി. അവനെ നോക്കാതെ ആമിയും അവന് പുറകെ പോയി. കുറച്ചു മുൻപ് അവനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാകാം ആമിക്ക് തന്നെ ഫേസ് ചെയ്യാൻ കഴിയാത്തതുപോലെ. ആമിയുടെ മുറി താഴേക്ക് മാറ്റാമെന്ന് മുത്തശ്ശി പറഞ്ഞുവെങ്കിലും യാദവ് അതിന് സമ്മതിച്ചിരുന്നില്ല. ഇടയ്ക്ക് അവൾ പടികൾ കയറി ഇറങ്ങുമെങ്കിലും അധികവും അത് തന്നെയായിരിക്കും അവളെ എടുത്ത് പടിയിറക്കുന്നത്. എന്നാൽ എന്തോ ഓർമ്മയിൽ ആമി തനിയെ പടിയിറങ്ങി തുടങ്ങിയതും അവളുടെ കൈകളിൽ അവൻ്റെ പിടി വീണിരുന്നു. ആമി തല ഉയർത്തി നോക്കുന്നതിന് മുൻപ് അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പടികൾ ഇറങ്ങി തുടങ്ങി. ആമിയും അവനോട് ചേർന്ന് നിന്നു. യാദവ് ആമിയുടെ കൈകൾ പിടിച്ച് ഹാളിന് പുറത്തേക്ക് പോകുമ്പോൾ ചെറിയച്ഛന്മാരും മുത്തശ്ശനും പുറത്തേ തന്നെ ഉണ്ടായിരുന്നു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് യദു ആമിയെ കൂട്ടി പുറത്തേക്ക് പോയി. പതിവ് പോലെ ആമിയെ ഇരുത്തിയതിനു ശേഷമാണ് യാദവ് കാറിലേക്ക് കയറിയത്. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങി അവൻ്റെ കാർ നിന്നതെന്ന് പാർക്കിലാണ്. ആമിയുടെ കൈ പിടിച്ച് ആ പാർക്കിലൂടെയും യാദവ് നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുറ്റും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ആമിയെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് യാദവ് ഫോൺ എടുത്ത് മാറി നിന്നു. എന്നാൽ പതിവ് പോലെ അവളിൽ അവൻ്റെ ശ്രദ്ധ ഉണ്ടായിരുന്നു. എന്നാൽ ആമിയുടെ കണ്ണുകൾ പാർക്കിൽ കളിക്കുന്ന കുഞ്ഞുങ്ങളിലായിരുന്നു. അച്ഛനമ്മമാരോടൊപ്പം സന്തോഷത്തോടെ കളിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെ നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ആ കാഴ്ച ആസ്വദിക്കുന്ന അച്ഛനും അമ്മയും. ആമിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിളങ്ങി. ഒപ്പം മനസ്സിലൊരു ചിത്രവും. 2 കുഞ്ഞുങ്ങളും അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആമിയും യാദവും. ആമി പോലും അറിയാതെ ആ നിമിഷം അവളുടെ കണ്ണുകൾ അവനെ തിരഞ്ഞു. ചുറ്റും കണ്ണുകൾ ആവേശത്തോടെ പായുമ്പോൾ മാറി നിൽക്കുന്ന യാദവിലായിരുന്നു അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നത്. ആരോടോ സീരിയസ് ആയി സംസാരിക്കുകയാണ്. മുഖത്ത് ഗൗരവം നിറഞ്ഞു നിൽക്കുന്നതിന് കൂടെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. ആദ്യമായി അവനെ കാണുന്നത് പോലെ ആമി അവൻ്റെ ഓരോ ഭാവങ്ങളും നോക്കിക്കണ്ടു. അന്ന് വരെ തോന്നാത്ത എന്തോ ഒരു പ്രത്യേകത അവനുള്ളതുപോലെ ആ നിമിഷം ആമിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ അവനെ കണ്ട മാത്രയിൽ ഒന്ന് വിടർന്നു. പെട്ടെന്നാണ് യദുവിനടുത്തേക്ക് കുറച്ചു മാറി നിൽക്കുന്ന 2 പെൺകുട്ടികളിൽ അവളുടെ ശ്രദ്ധ വന്ന് പതിയുന്നത്. അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണുകൾ അവൻ്റെ ശരീരം മുഴുവൻ ഒഴിയുന്നതും അവനെ നോക്കി പലതും പരസ്പരം പറയുന്നതും ആമി കാണുന്നുണ്ടായിരുന്നു. പോരാത്തതിന് അതിലൊരു പെൺകുട്ടിയുടെ ശ്രദ്ധ മുഴുവൻ അവൻ അഴിച്ചിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ആദ്യ ബട്ടണിൽ കൂടെ പുറത്തേക്ക് കാണുന്ന അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്കാണ്. അത്രയും നേരം തോന്നിയതിൽ നിന്ന് അവളുടെ അസ്വസ്ഥത കുറച്ചുകൂടെ കൂടിയതും ആമി വേഗം ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റു. അതൊന്നും ചിന്തിക്കാതെ വേഗം നടന്നു പോകുമ്പോൾ ഇതൊന്നും അറിയാതെ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന അവനെയും അവൻ്റെ അടുത്ത് നിന്ന് അവനെ തന്നെ ശ്രദ്ധിക്കുന്നവരിൽ മാത്രമായിരുന്നു അവളുടെ ശ്രദ്ധ. അത് കാണുന്തോറും ആമിയുടെ മുഖം വീർത്തു വന്നു. ഒന്നും ചിന്തിക്കാതെ വേഗം നടന്നു പോയി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവൻ്റെ നെഞ്ചിലേക്ക് ആമി ചാഞ്ഞതും അതുവരെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന യാദവ് അവൻ്റെ ശ്രദ്ധ തൻ്റെ നെഞ്ചിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ആമിയിലേക്ക് പോയി. തന്നോട് ചേർന്ന് നിന്ന് ചെറുതായി കിടക്കുന്ന ആമിയെ കണ്ടതും യാദവിൻ്റെ പുരികം സംശയത്താൽ ഒന്ന് ചുളുങ്ങി. ഒപ്പം അവൾക്ക് ഇനി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന വേവലാതിയും. യാദവ് തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്ന ആമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവൻ വേവലാതിയോടെ ചോദിച്ചപ്പോഴാണ് താൻ എന്താണ് ചെയ്തത് എന്നുള്ള ബോധം അവൾക്ക് വന്നത്. എന്നാൽ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചതും അല്പം മാറി അവരെ നോക്കി നിൽക്കുന്നവരിലായിരുന്നു. അവരുടെ വാടിയ മുഖം കണ്ടതും ആമിയൊന്ന് ചിരിച്ചുകൊണ്ട് ഒന്നുകൂടെ അവനോട് ചേർന്ന് നിന്നു. എന്താ ആമി, എന്തെങ്കിലും വയ്യായികയുണ്ടോ? തന്നോട് ചേർന്ന് നിൽക്കുന്ന ആമിയെ ചേർത്ത് പിടിച്ചു ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ ടെൻഷനായിരുന്നു. എന്നാൽ അവൻ്റെ മുഖത്ത് നോക്കാതെ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് ആമി പറഞ്ഞു, തല കറങ്ങുന്നു. എന്തോ അവൾക്കപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. എന്നാൽ അത് കേട്ട ഉടനെ യാദവ് തൻ്റെ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു. ഇത്തവണ മിഴിച്ചു വന്നത് ആമിയുടെ കണ്ണുകളാണ്. എന്നാൽ അവനൊന്നും കാര്യമാക്കാതെ അവളെ എടുത്ത് നേരത്തെ ഇരുന്ന ബെഞ്ചിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു.